ഓട്ടോമാറ്റിക് വണ്ടിയെ നമുക്കൊന്ന് മാനുവൽ ഓടിച്ചാലോ? എല്ലാ മച്ചാന്മാർക്കും അതുപോലെ ഇപ്പോൾ ട്രക്ക് ഓടിക്കാൻ വരുന്ന അനിയന്മാർക്കും. വേണ്ട കൂട്ടുകാരെ, വേണ്ട ഇവിടെ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഒന്ന് ഞെക്കി പിടിച്ചാൽ മതി. ആണ് ഞെക്കി പിടിച്ച് മാനുവലിലേക്കായി. വേണ്ടേ, മാനുവൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വേണ്ട ഡിയിലേക്ക് ആക്കണം. ഡിയിലേക്കാക്കി ഡ്രൈവ്. ചിലപ്പോൾ രണ്ടാമത്തെ ഗിയർ വീഴും, ചിലപ്പോൾ 3. ഇപ്പം 3 വീണിരിക്കുന്നത്. നമുക്കൊന്ന് എടുത്ത് ഓടിക്കാം. അപ്പോൾ ഓരോന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേ ഇടാവും. സ്പീഡ് അനുസരിച്ച് RPM അനുസരിച്ച് ചോദിക്കും. അവിടെ ഇപ്പം ചോദിക്കുന്നുണ്ട്. ഇടാം. ഇട്ടു. 4 വീണ്ടും ചോദിക്കും. 5 ഇട്ടു. വീണ്ടും ചോദിക്കും. ചോദിച്ചിട്ടില്ല. വീണ്ടും ചോദിച്ചു. 6 ഇട്ടു. വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടി. ഓക്കെ, വീണ്ടും ചോദിക്കും. ഇപ്പം ഇടരുത്. ചോദിച്ചു. ഇടാം. ഇട്ടു. വീണ്ടും ഇനിയും ചോദിക്കും. ചോദിക്കുന്നവരെ നമ്മൾ ഇടത്തില്ല. 6 വരും. വരുന്നുണ്ടേ. ഇട്ടു. അപ്പൊ 8 വീണ്ടും ഇനിയും ചോദിക്കും. വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചോദിച്ചില്ല. ചോദിച്ചു. ഇട്ടു. 9 ഇപ്പൊ വീണ്ടും സ്പീഡ് കൂട്ടി. ഇനിയിപ്പോ ചോദിക്കും. ചോദിച്ചു. 10 ഇട്ടു. മേപ്പോട്ടാക്കി. വീണ്ടും സ്പീഡ് കൂട്ടി. ഇപ്പൊ ചോദിക്കും. ഇപ്പൊ ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. RPM 15 കഴിഞ്ഞു. ചോദിക്കുന്നുണ്ട്. വേണ്ട, വീണ്ടും ലിവർ നമ്മൾ അപ്പ് ചെയ്ത്. ഓക്കെ, വീണു. 11. ഓക്കെ, അങ്ങനെ പോട്ട്. ഇപ്പൊ ചോദിക്കും. സ്പീഡ് കുറയുമ്പോഴേ അവർ ഡൗൺ ചെയ്യാനോടെ പറയും. അതിനകത്ത് കാണിക്കും. റോഡിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് വന്നാൽ അവിടെ കാണിക്കും. ഇപ്പൊ കാണിക്കും കേട്ടോ. വണ്ടി ഒന്ന് സ്ലോ ആയി. കാണിക്കാം. അതിനകത്ത് എഴുതി കാണിക്കും. കണ്ടോ, ഒന്ന് ഡൗൺ ചെയ്യണം. ഇങ്ങനെ താഴോട്ടാക്കി. പിടിച്ചു. വീണ്ടും ചോദിക്കാൻ തുടങ്ങി. 10 വീണ്ടും നമ്മൾ അപ്പ് ചെയ്തു. 11 ഇപ്പോൾ 11 ഓടുകയാണ്. ഇനിയും വലിയൊരു വളവ് വരുന്നുണ്ട് മെയിൻ റോഡിൽ. ഒന്ന് നിർത്തി റൈറ്റ് എടുക്കണം. അപ്പോഴത്തേന് ഡൗൺ ആക്കുന്ന കാണിക്കാം. ഓക്കെ, ഇപ്പോൾ മെയിൻ റോഡ് വന്നു. നല്ല ഓണക്ക് ചവിട്ടേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് റൈറ്റ് പോകണം. 11 തന്നെ ചവിട്ടി നിർത്തി. 3 ഇടാൻ പറയുന്നു. തന്നെത്താനെ 3 വന്നു വണ്ടി. കണ്ടോ, നിർത്തി കഴിയുമ്പോൾ തന്നെത്താനെ വന്നു. ഇനി നമ്മൾ ടേണൊക്കെ ചെയ്തിട്ട് പിന്നെ കാണിക്കാം. പിന്നെ റോഡായി റേസ് കാണിക്കുന്നു. ഗിയർ ഇട്ടു. വീണ്ടും അടുത്ത കാണിക്കുന്നു. ഇട്ടു. RPM ഒരു 15-20 ആകുമ്പോഴത്തേന് ഗിയർ ചോദിക്കും. ഇപ്പൊ നമ്മൾ 11 വീണ്ടും വന്നു. ഒരു 80 സ്പീഡൊക്കെ വന്നു കഴിയുമ്പം ഒരു 80 അടുപ്പിച്ച് RPM ഒരു 15 ആവും. അപ്പോഴത്തേന് നമുക്ക് എന്താ 12ാമത്തെ ഗിയർ ഇടാം. ഒരു കുഴപ്പമില്ല. 12ാമത്തെ ഗിയർ ഇട്ടു. അപ്പൊ ആവശ്യത്തിന് നമുക്ക് ഓടിക്കാം കേട്ടോ. നീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് വണ്ടി, അത് ഏത് വണ്ടി ആയിക്കോട്ടെ, അത് ആക്ട്രസ് മാത്രമല്ല, ഏത് ഓട്ടോമാറ്റിക് വണ്ടി ആയാലും നമുക്ക് ആവശ്യമെന്ന് കണ്ടാൽ നമുക്ക് മാനുവലിൽ ഓടിക്കാം. ആവശ്യമെന്ന് കണ്ടാൽ മാത്രം. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കൽ ഓടിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, 12 ഓടിക്കുമ്പോൾ 12 RPM 80 ഓടുമ്പോൾ ഒരു 12 RPM എങ്കിലും കാണും 12ാമത്തെ ഗിയറിൽ. ഓക്കെ, ഇനി നമുക്കൊന്ന് നിർത്തിയോടെ നോക്കാം വണ്ടി. എന്നിട്ട് നോക്കാം അതിന്റെ ഗിയർ എത്ര അവര് താഴ്ത്തുന്നെന്ന് ഓട്ടോമാറ്റിക്കലി. ഞാൻ ബ്രേക്ക് ചവിട്ടി സ്ലോ ആയി പോവുകയാണ് കേട്ടോ നിർത്താനായിട്ട്. ഗിയർ മാറ്റിയിട്ടില്ല. പെതുക്കെ പോവുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ അവർ പറയും. ആക്സിഡന്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അന്നേരം അവർ പറയുന്നത് ഡൗൺ ചെയ്യണം. ഓക്കെ, എന്നാ നിർത്താം. അപ്പോൾ വണ്ടി നമ്മൾ കൊണ്ട് നിർത്തി. ഫുള്ളായിട്ട് ഡ്രൈവ് വീലിന്റെ കറക്കം നിന്നു. വണ്ടി ഓട്ടോമാറ്റിക്കലി ഓടിച്ചോണ്ട് വന്നു. വണ്ടി നിന്നപ്പോൾ കണ്ടോ 3ാമത്തെ ഗിയർ. ചിലപ്പോൾ 2 അത് റോഡ് അനുസരിച്ച്. ഇത് 3ാമത്തെ ഗിയറിൽ നിന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടുകാരെ, ഈ ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെ മാനുവൽ ഓടിക്കാം എന്നുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ സിസ്റ്റം ഒന്നുകൂടെ നോക്കിയാലോ. ന്യൂട്രാക്കിയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ മാനുവലിലേക്ക് വരും. അതിനുശേഷം എന്ത് ചെയ്യണം? ഡിയിലേക്ക് ഇടണം. ഡിയിലേക്ക് ഇട്ടിട്ട് അപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അപ്പ് ചെയ്യാതെ മേപ്പോട്ട്. അതിനുശേഷം ഡൗൺ ചെയ്യണമെങ്കിലോ ഇങ്ങനെ ഡൗൺ ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമെന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് മാനുവലായിട്ട്
ഓടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വിലയേറെ കമന്റ് ഒന്ന് അറിയിക്കണേ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സജഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അതും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.